Hi students, welcome to the session. KTUല് ബിടെക് S4 ഫോർത്ത് സെമസ്റ്ററിലുള്ള എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതിന്റെ 5th സെഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ. ഇതിനു മുമ്പ് 4 ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ അത് കൂടെ കാണുക. ഓക്കെ, നമ്മളപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഇത്രയും മുമ്പിലുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. നമ്മളിവിടെ ഓരോന്നും പാർട്ട് വൈസും ആർട്ടിക്കിളുമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? നമ്മളിവിടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എവിടെയാണ്? പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് ഉള്ളത്. പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 36 to 51. നമുക്കറിയാം, ഞാൻ എൻ്റെ ലാസ്റ്റ് ക്ലാസ്സുകൾ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ഓരോന്നും ആർട്ടിക്കിൾസിന്റെ നമ്പറും അതുപോലെ തന്നെ പാർട്ടും പഠിച്ചാണ് പോകുന്നത്, അല്ലെ? അപ്പൊ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ നമുക്കുള്ള അവകാശങ്ങളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? അപ്പൊ അതിനകത്ത് നമ്മൾ 32 വരെയായിരുന്നു നമ്മൾ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പഠിച്ചത്. അപ്പൊ ലാസ്റ്റ് ക്ലാസ് നിങ്ങൾ കാണുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമ്മൾ പഠിക്കുന്നത് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 36 to 51 ആണ് അതുള്ളത്. അപ്പൊ അതിനെന്താ പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലെ? DPSP എന്നാണ് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ മെയിൻലി 3 ആയിട്ടാണ് നമുക്ക് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ്. ഓക്കെ, എന്തൊക്കെയാണ്? സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ. ഈ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഈ 36 to 51 എന്നുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ നമുക്കത് പഠിക്കാമല്ലോ. അപ്പൊ ഫസ്റ്റ്, ബേസ്ഡ് ഓൺ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ഏതൊക്കെ ആർട്ടിക്കിൾ ആണ് വരുന്നതെന്നാണ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? ആർട്ടിക്കിൾ 38. ആർട്ടിക്കിൾ 38 പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒരു സ്റ്റേറ്റ് നല്ല രീതിയിൽ എങ്ങനെ നടത്തിക്കൊണ്ട് പോവാം, എന്തൊക്കെ റൂൾസ് ആൻഡ് ലോസ് ഉണ്ട് എന്നുള്ളതിനെ മെയിൻ ആയിട്ട് പറയുന്നതാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ആർട്ടിക്കിൾ 38 നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് ഇനിക്വാളിറ്റീസ്, അല്ലെ? നമ്മൾ ഓരോരുത്തരും, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സാലറി ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും ഇനിക്വാളിറ്റീസ് ഉണ്ട്. അത് ബേസ്ഡ് ഓൺ ദ ജോലി, എന്ത് ജോലി ചെയ്യുന്നു, എത്രമാത്രം ചെയ്യുന്നു. പക്ഷെ ഈക്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും പല പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, അല്ലെ? അപ്പം അതാണ് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി മിനിമൈസിങ് ഇനിക്വാളിറ്റീസ് ആൻഡ് ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതെല്ലാം സെയിം ആയിരിക്കണം, എല്ലാവർക്കും സെയിം ആയിരിക്കണം, ഒരു ഇനിക്വാളിറ്റി അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 38. മനസ്സിലായോ? ദ സ്റ്റേറ്റ് ഷാൾ സ്ട്രൈവ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ by securing and protecting a social order, by ensuring social, economic and political justice, by minimizing. എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നത്? എങ്ങനെയാ? ബൈ മിനിമൈസിങ് ദ ഇനിക്വാളിറ്റീസ്. ഏതിലൊക്കെയുള്ള ഇനിക്വാളിറ്റീസാ? ഇൻ ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ക്ലിയർ ആയോ? അതായത് നമ്മുടെ ആർട്ടിക്കിൾ 38 പറയുന്നത് നമ്മുടെ എല്ലാ പീപ്പിളിലും വെൽഫെയർ ആയിരിക്കണം. വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് എന്തൊക്കെയാണ് എൻഷുർ ചെയ്യുന്നത്? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ്, അല്ലെ? അങ്ങനെ എങ്ങനെയാണ് അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്? നമ്മുടെ ഇനിക്വാളിറ്റീസ്, ഏതൊക്കെ രീതിയിലുള്ള ഇനിക്വാളിറ്റീസ്? ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ്. ഇതിലെല്ലാത്തിലുള്ള ഇനിക്വാളിറ്റീസ് മിനിമൈസ്, എന്തായാലും നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് അത്ര പോസിബിൾ ഉള്ള കാര്യമല്ല, എങ്കിലും മിനിമൈസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 38. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 39. ആർട്ടിക്കിൾ 39 നമുക്കൊരു 6 സബ് യൂണിറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. 6 സബ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെയാണ്, നമുക്ക് ജീവിക്കുന്നത് എന്തൊക്കെയാണ്. There is a right to an adequate means of livelihood to all citizens. അല്ലെ? നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളില്ലേ, അത് എല്ലാ സിറ്റിസൺസിനും ഒരുപോലെ കിട്ടണം. പിന്നെ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ദ മെറ്റീരിയൽ റിസോഴ്സസ് ഷാൽ ബി ഓർഗനൈസ്ഡ് ഇൻ എ മാനർ ടു സെർവ് ദ കോമൺ ഗുഡ്. നമുക്ക് നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ റിസോഴ്സസും മനുഷ്യരുടെ, നമ്മുടെ ഈ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ, നമ്മുടെ സിറ്റിസൺസിന്റെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം. അതുപോലെ തന്നെ ചിലരുടെ കയ്യിൽ മാത്രം വെൽത്ത് ഉള്ളത്, അല്ലെ?
ദ സ്റ്റേറ്റ് ഷാൽ അവോയ്ഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ എ ഫ്യൂ ഹാൻഡ്സ്. പണ്ടുണ്ടായിരുന്നു അല്ലെ, ജന്മിത്വം അങ്ങനത്തെയൊക്കെ. എല്ലാ ജന്മികൾക്ക് മാത്രമായിട്ട് കുറെ സ്വത്തുക്കളൊക്കെ ഉണ്ട്, എന്താണ് തൊഴിലാളികൾക്കൊന്നും സ്വത്തുക്കൾ ഇല്ല എന്നുള്ളത്. അത് അങ്ങനെ പാടില്ല. എല്ലാവർക്കും ഈ വെൽത്ത് എല്ലാവരുടെയും കൈകളിൽ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അത് സ്റ്റേറ്റ് ആണ് ഉറപ്പുവരുത്തേണ്ടത്. പിന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. അത് നിങ്ങൾ ആലോചിക്കണം. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഈക്വൽ വർക്ക് ചെയ്താൽ അവർക്ക് ഈക്വൽ പേയ്മെന്റ് തന്നെ കൊടുക്കണം എന്നുള്ളത്. ഓക്കെ. പിന്നെ ദ പ്രൊട്ടക്ഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദ വർക്കേഴ്സ്. ജോലി ചെയ്യുന്നവരെ പറ്റി കുറച്ച് കൺസിഡറേഷൻ ഉണ്ടാവണം അല്ലെ. നമുക്കിപ്പോ അറിയാം, നമുക്ക് കുറെ എന്താണ് ഇൻഷുറൻസും ഒക്കെ എടുക്കുന്നുണ്ടാവും അല്ലെ കമ്പനികൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, പ്രൊട്ടക്ഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഹെൽത്ത് ഫോർ വർക്കേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, ദ ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത് ഷാൾ നോട്ട് ബി എക്സ്പ്ലോയിറ്റഡ്. ഈ ഒത്തിരി ജോലി, കുഞ്ഞു പിള്ളേർക്കൊന്നും ജോലി കൊടുക്കരുതെന്ന് പറയാം അല്ലെ. ബാലപീഡനം, എന്താണ് ബാലവേല പാടില്ലെന്നൊക്കെ പറയുമല്ലോ. അത് പറയുന്നത് എന്തുകൊണ്ടാ, ഈ ആർട്ടിക്കിളൊക്കെ വഴിയാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? ഈ ആർട്ടിക്കിൾ മാത്രമല്ല, പിള്ളേരുടെ ജോലിയുടെ കാര്യത്തിൽ പറ്റിയുള്ള നമ്മളെല്ലാം പഠിക്കുന്നുണ്ട് അല്ലെ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താ, ആർട്ടിക്കിൾ 41. ആർട്ടിക്കിൾ 41 എന്ന് പറഞ്ഞാൽ to secure the right to work, to education and to public assistance in case of unemployment, old age, sickness and disability. എന്തെങ്കിലും വൈകാരികൾ ഉള്ളവർക്കാണെങ്കിൽ പോലും അവർക്ക് ജോലി ചെയ്യാനും എഡ്യൂക്കേഷന് വേണ്ടിയും എന്ത് സഹായവും പബ്ലിക് ആയിട്ടുള്ള, അത് ഗവൺമെന്റിന്റെ സഹായങ്ങളും എല്ലാം കൊടുക്കണം എന്നുള്ള ഒരു കാര്യങ്ങൾ പറയുന്നതിനെയാണ് നമ്മുടെ ആർട്ടിക്കിൾ 41 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ എന്തായിരുന്നു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഏത് പാർട്ടിലാണുള്ളത്? പാർട്ട് 4-ലാണുള്ളത് അല്ലെ. പാർട്ട് 4-ൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉണ്ട്. അതിന്റെ ആർട്ടിക്കിൾസ് ഏതൊക്കെയായിരുന്നു? 36 മുതൽ 51 വരെയാണ്. അതിനെ മെയിൻ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ. ഇതിൽ സോഷ്യൽ പ്രിൻസിപ്പിളിൽ വരുന്ന ഏതായിരുന്നു? ആർട്ടിക്കിൾ 38 അല്ലെ. അവിടെ നമുക്ക് ഇൻഇക്വാളിറ്റീസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 39 നമ്മൾ 4-6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ, അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ടു ഓൾ സിറ്റിസൺ. രണ്ടാമത് എന്താണ്? ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ്. അത് എങ്ങനെയായിരിക്കണം? ടു സെർവ് ദ കോമൺ ഗുഡ്. പിന്നെ എന്താണുള്ളത്? ദ സ്റ്റേറ്റ് ഷാൽ അവോയ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ഫ്യൂ ഹാൻഡ്സ്. ചിലരുടെ കയ്യിൽ മാത്രം സ്വത്തുക്കൾ ഉള്ളത്, അത് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഏത് ജോലി ചെയ്യുന്നവർക്ക്, ഈക്വൽ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് ഈക്വൽ വർക്കിനുള്ള പേയ്മെന്റ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഹെൽത്ത് ഫോർ ദ വർക്കേഴ്സ്. അതുപോലെ തന്നെ എന്താണ്? ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത് ഷാൽ നോട്ട് ബി എക്സ്പ്ലോയിറ്റഡ്. ഇത്രയാണ് ആർട്ടിക്കിൾ 39. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഏതായിരുന്നു? ആർട്ടിക്കിൾ 41. ആർട്ടിക്കിൾ 41 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സിക്നസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് അവർക്കും റൈറ്റ് ടു വർക്കും എഡ്യൂക്കേഷനും എല്ലാം പബ്ലിക് അസിസ്റ്റൻസ് എല്ലാം കിട്ടണം എന്നുള്ള അവരുടെ ഒരു സെക്യൂരിറ്റിനെയാണ് നമ്മുടെ ആർട്ടിക്കിൾ 41-ൽ പറഞ്ഞത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് പറയാൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിക്കിൾ 43 ആണ്. ആർട്ടിക്കിൾ 43-ൽ നമ്മൾ പറയുന്നത്, ദി സ്റ്റേറ്റ് ഷാൾ എൻഡെവർ ടു സെക്യൂർ ഓൾ വർക്കേഴ്സ് എ ലിവിംഗ് വേജ് ആൻഡ് എ ഡീസെന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. അല്ലെ, ഒരു ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനത്തോടെയും മര്യാദയ്ക്കും ജീവിക്കാൻ പറ്റണം അല്ലെ. ഒരു കോമൺ വേജസ്, ഒരു നമുക്കറിയാം ഇപ്പോ നമ്മുടെ ഈ തൊഴിലാളികൾക്കൊക്കെ നമുക്ക് ഈ മിനിമം ഇത്രയും കൊടുക്കണം എന്ന് പറയത്തില്ല അല്ലെ. ഡെയിലി വേജസ് ആണെങ്കിലും ഇത്രയെങ്കിലും മിനിമം വേണം എന്നുള്ളത്. അതൊക്കെ ഏതിനെ ബേസ് ചെയ്തിട്ട്? ആർട്ടിക്കിൾ 43-നെ ബേസ് ചെയ്തിട്ടാണ്. ആർട്ടിക്കിൾ 43-ൽ തന്നെ നമുക്ക് സബ് ഉണ്ട്. ആർട്ടിക്കിൾ 43A ഉണ്ട്. എന്താണത്? ദി സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്സ് ടു സെക്യൂർ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഈ തൊഴിലാളി സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെയാണ് ഇത് പറയുന്നത്. മാനേജ്മെന്റ്, ഇൻഡസ്ട്രി മാനേജ്മെന്റിനകത്തും ഈ വർക്കേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 43A എന്ന് പറഞ്ഞാൽ. പിന്നുള്ള എന്താണ്? ആർട്ടിക്കിൾ 47, ടു റേസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ ആൻഡ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. അല്ലെ, നമുക്ക് ചുമ്മാ ജോലി ചെയ്ത് വർക്ക് ചെയ്തോണ്ടിരുന്ന പോരല്ലേ, നമുക്ക് നമ്മുടെ ഒരു ഹെൽത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റണം. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ. ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ നമുക്ക് ഏതാണ്? ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 40. ഏതാണ്? ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40-ൽ നമ്മൾ മെയിൻ ആയിട്ട് വില്ലേജിലെ പഞ്ചായത്തൊക്കെ ഒരു യൂണിറ്റ് ഓർഗനൈസ് ചെയ്യുന്നതിനെ പറ്റിയുള്ളതാണ്. ഓക്കെ. ദ സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്സ് ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ആസ് യൂണിറ്റ് ഓഫ് സെൽഫ് ഗവൺമെന്റ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നമുക്ക് ഈ ചെറിയ ചെറിയ ഈ പഞ്ചായത്തുകളും അങ്ങനത്തെ മുനിസിപ്പാലിറ്റി ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു
എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഈ കുഞ്ഞു കുഞ്ഞു യൂണിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ എല്ലാവർക്കും നടന്നു പോകുന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഡിവിഷൻ തന്നെ എങ്ങനെയാ മെയിൻ ആയിട്ട് കുറെ ഗവൺമെന്റും സബ് യൂണിറ്റ്സും അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടല്ലേ വർക്കുകളൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ആർട്ടിക്കിൾ 40യിലാണ് നമ്മുടെ വില്ലേജ് പഞ്ചായത്തിന്റെ കാര്യം പറയുന്നത്. ആർട്ടിക്കിൾ 43 ആർട്ടിക്കിൾ 43ല് എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഷാൾ എൻഡോവർ ടു പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രി ഓൺ ആൻ ഇൻഡിവിജ്വൽ ഓർ കോപ്പറേറ്റീവ് ബേസിസ് ഇൻ എ റൂറൽ ഏരിയാസ്. നമ്മുടെ ചില കോട്ടേജ് ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം. എവിടെയാണ് വേണ്ടത്? റൂറൽ ഏരിയാസിലും. അവിടെ ഇപ്പൊ നമ്മൾ ഈ റൂറൽ അല്ലാത്ത നമുക്ക് നാട്ടുപ്രദേശങ്ങളിലുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ജോലികൾ വേണ്ടേ അല്ലെ? സിറ്റിയിലുള്ളവർ അല്ലാത്ത വർക്കുകളിലേക്ക് പോകും. അപ്പൊ റൂറൽ ഏരിയാസ് ഉള്ളവർക്കും ജോലികൾ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 43B എന്താണ് പറയുന്നത്? ടു പ്രൊമോട്ട് വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണമസ് ഫംഗ്ഷനിങ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഓഫ് പ്രൊഫഷണൽ മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ? നമുക്കറിയാം സഹകരണ സംഘങ്ങൾ ഉണ്ടാകുന്നു അല്ലെ? അങ്ങനെയുള്ളതിന്റെ എല്ലാം വോളണ്ടറി ഫോർമേഷൻ അതിനെല്ലാം ഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊമോഷന് വേണ്ടിയുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43B എന്ന് പറഞ്ഞാൽ. അടുത്ത ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 46C ആർട്ടിക്കിൾ 46. അതിലെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീക്കർ സെഷൻ ഉണ്ടല്ലോ, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ് ഒക്കെ, SC ST അല്ലെ, അതുപോലെ തന്നെ അതർ വീക്കർ സെഷൻസ് ഉണ്ട്. അവർക്കുള്ള എഡ്യൂക്കേഷനിലും എക്കണോമിക് ഇൻട്രസ്റ്റും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആർട്ടിക്കിൾ 46. നമുക്കറിയാലോ, നമ്മുടെ ഇപ്പം ഏത് ഭാഗത്തിലാണെങ്കിലും PSCയുടെ ആണെങ്കിലും നമ്മുടെ കോളേജുകളിലൊക്കെ ആണെങ്കിലും SC STക്ക് വേണ്ടി നമ്മൾ കുറച്ച് സീറ്റ്സ് ഒക്കെ അലോക്കേറ്റ് ചെയ്തിരിക്കും അല്ലെ? അപ്പൊ അവിടെ ചെയ്യുന്ന അതെന്തിന് ബേസ് ചെയ്തിട്ട് ആർട്ടിക്കിൾ 46നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ അതുപോലെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ വീക്കർ സെഷൻസ്. അപ്പം മെയിൻ ആയിട്ട് ഏതൊക്കെയാ? ഷെഡ്യൂൾ കാസ്റ്റും SC യും STക്കും അതുപോലെ അതർ വീക്ക് സെഷൻസിന് വേണ്ടിയാണ് നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഏത് ആർട്ടിക്കിൾ വഴിയാണ്? ആർട്ടിക്കിൾ 46. ഓക്കെ, അടുത്ത ഏതാണ്? ആർട്ടിക്കിൾ 47. അവിടെ എന്താ പറയുന്നത്? ദ സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൊഹിബിറ്റ് കൺസെപ്ഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് ദാറ്റ് ആർ ഇൻജൂറീസ് ടു ഹെൽത്ത്. നമുക്കറിയാല്ലേ, നമുക്ക് എന്തുവാണ് ഈ മദ്യവും അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ, ഡ്രഗ്സും അതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ, കണ്ണിന്റെ കൺസംഷൻ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. അടുത്ത ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 48. ടു പ്രൊഹിബിറ്റ് ദ സ്ലോട്ടർ ഓഫ് കൗ, കാവ്സ് ആൻഡ് അതർ മെഷ് ആൻഡ് ഡ്രോട്ട് കാറ്റിൽസ് ആൻഡ് ഇംപ്രൂവ് ദെയർ ബ്രീഡ്സ് അല്ലെ? നമുക്ക് ഈ ഇതിനെല്ലാം കൊല്ലുന്നതിനെ പറ്റി എതിരായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. ഓക്കെ, അപ്പൊ മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ആർട്ടിക്കിൾ 40 എന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എല്ലാം ഒരു ഗാന്ധിജി പറയുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് അല്ലെ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊക്കെയായിരുന്നു? ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞാൽ വില്ലേജും പഞ്ചായത്തും ഒക്കെ രൂപീകരിക്കുന്നതിനെ പറ്റി ഒരു ഫോർമേഷൻ ഉണ്ടാവണം എന്നുള്ളതല്ലായിരുന്നു ഗാന്ധിജി എപ്പോഴും പറയുന്നത്. പിന്നെ കോട്ടേജ് ഇൻഡസ്ട്രി, അത് ഏതിൽ പറയുന്ന? ആർട്ടിക്കിൾ 43ല്. 43Bയിൽ പറയുന്നത് എന്താണ്? പ്രൊഫഷണൽ മാനേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നത് അല്ലെ? പിന്നെ 46ൽ പറയുന്നത് എന്താ? വീക്കർ സെഷന്റെ പ്രൊമോഷന് വേണ്ടിയാണ് പറയുന്നത്. 47ൽ പറയുന്നത് എന്താണ്? നമ്മുടെ ഡ്രിങ്ക്സും ഡ്രഗ്സിന്റെയും എല്ലാം എന്താണ് പ്രൊഹിബിഷനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ 48ൽ പറയുന്നത് എന്താ? സ്ലോട്ടർ ഓഫ് കൗ, കാവ്സ് അല്ലെ? അതിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 48ൽ പറഞ്ഞത്. ഇത്രയും മനസ്സിലായോ? അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് തീർത്തത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് ബേസ്ഡ് ഓൺ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളും ഗാന്ധിയൻ പ്രിൻസിപ്പിളും കഴിഞ്ഞു. അടുത്ത നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. അതിൽ എന്തൊക്കെയാ മെയിൻ ആയിട്ട് നമുക്ക് ആദ്യം ഉള്ളത്? ആർട്ടിക്കിൾ 44 അല്ലെ? ആർട്ടിക്കിൾ 44 പറയുന്നതെന്ന് വെച്ചാൽ the state shall endeavor to secure for the citizen a uniform civil code throughout the territory of India. നമുക്ക് എല്ലായിടത്തും ഒരേപോലുള്ള റൂൾസ് ആണല്ലോ അല്ലെ? യൂണിഫോം സിവിൽ കോഡ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ളതാണ് ആർട്ടിക്കിൾ 44. അടുത്ത എന്താണ്? ആർട്ടിക്കിൾ 45 എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ദ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. 6 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും പ്രോപ്പർ ആയിട്ടുള്ള കെയറും എഡ്യൂക്കേഷനും കൊടുക്കണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. അടുത്ത ഏതാണ്? ആർട്ടിക്കിൾ 48. ടു ഓർഗനൈസ് അഗ്രികൾച്ചറൽ ആനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസ് അല്ലെ? നമുക്ക് പണ്ടത്തെ ഒരു രീതിയാണോ കർഷകരൊക്കെ ഫോളോ ചെയ്യുന്നത്? പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ അല്ല അല്ലെ? കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, സയന്റിഫിക് ആയിട്ടുള്ള കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ശാസ്ത്ര പുരോഗതി കഴിയും. അപ്പൊ അതിനെല്ലാം പറയുന്നതാണ് ആർട്ടിക്കിൾ 48.
പിന്നെ എന്താണ് ആർട്ടിക്കിൾ 48A, ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫ് ദ കൺട്രി. ഇപ്പൊ നമുക്കറിയാം പലരും എല്ലായിടത്തും നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് വീടുകളും കാര്യങ്ങളൊക്കെ വീടുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെയും, പക്ഷെ അതെല്ലാം വൈൽഡ് ലൈഫ് സാങ്ച്വറി, വൈൽഡ് ലൈഫും ഫോറസ്റ്റും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A എന്നുള്ളത്. അടുത്ത ഏതാണ് ആർട്ടിക്കിൾ 49. ഇവിടെ എന്താണ്? ദ സ്റ്റേറ്റ് ഷാൽ പ്രൊട്ടക്ട് എവറി മോണുമെന്റ് ഓർ പ്ലേസ് ഓർ ആർട്ടിസ്റ്റിക് ഓർ ഹിസ്റ്ററിക് ഇൻട്രസ്റ്റ്. അതായത് ഹിസ്റ്ററിയെ നിലനിർത്തുന്ന എല്ലാ മോണുമെന്റ്സും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള, പ്രിസർവ് ചെയ്യണം എന്നുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 49. അടുത്ത എന്താണ്? ആർട്ടിക്കിൾ 50. ദ സ്റ്റേറ്റ് ഷാൽ ടേക്ക് സ്റ്റെപ്സ് ടു സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ഇൻ പബ്ലിക് സർവീസ് ഓഫ് ദ സ്റ്റേറ്റ്. അല്ലെ, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് പവറും പബ്ലിക് സർവീസിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആർട്ടിക്കിൾ 50 പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മളിപ്പോ 3 മെയിൻ ആയിട്ട് പറഞ്ഞത്. ആർട്ടിക്കിൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ ദ സോഷ്യൽ പ്രിൻസിപ്പിളും പറഞ്ഞു, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ പറഞ്ഞു, ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ പറഞ്ഞു. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പഠിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഒരു ആർട്ടിക്കിളിന്റെ കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അതിന്റെ അമെന്റ്മെന്റ്സ് ആണ്. ആർട്ടിക്കിൾ 51 നമ്മൾ പറയുന്നത് എന്താണ്? It declares that to establish international peace and security the state shall endeavor to. അതായത് മെയിൻറ്റെയിൻ, നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഹോണറബിൾ റിലേഷൻ വിത്ത് ദ നേഷൻ ഉണ്ടായിരുന്നു അല്ലെ. മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഹോണറബിൾ റിലേഷൻ വിത്ത് നേഷൻ, foster respect of international law and treaty obligation, encourage settlement and international dispute by arbitration. അതായത് നമുക്ക് നമ്മുടെ എന്താ പറയണ്ടേ, നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ത് വേണ്ടിയാണ്? സമാധാനമായിട്ടുള്ള ഒരു നടത്തിപ്പിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ആർട്ടിക്കിൾ 51 പറഞ്ഞത്. ഓക്കെ, അതിനെ ജസ്റ്റ് 3 ഡിവൈഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൽ കുറച്ച് അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. അമെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അമെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ്, നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിനെ ഒരു ചേഞ്ച് വരുന്നതിനാണ് നമ്മൾ അമെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എപ്പോഴാണ് വന്നത്? 1976 വന്നത്. അതിലാണ് നമ്മുടെ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്തത്. 39A ആണ് അത് ഫസ്റ്റ് വൺ. അതെന്ന് പറഞ്ഞാൽ എന്താ? ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. നമുക്ക് പാവപ്പെട്ടവർക്ക് എന്താണ് ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെ, അത് ഫ്രീ ആക്കിയത് നമ്മുടെ 42nd അമെന്റ്മെന്റിലാണ്. അതുപോലെ 43A ഉണ്ട്, ആർട്ടിക്കിൾ 43A, ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ദ ഇൻഡസ്ട്രി. അപ്പം നമ്മുടെ വർക്കേഴ്സ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആ വർക്കേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയാണ് മാനേജ്മെന്റ് നടത്തുന്നത് പറഞ്ഞല്ലോ. അത് ഈ അമെന്റ്മെന്റ് വഴിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 48A, ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ്. ഇത്രയും 3 കാര്യങ്ങളാണ് നമ്മുടെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി വന്നത്. അടുത്ത നമ്മുടെ 44th അമെന്റ്മെന്റ് വഴിയാ. 44ാമത്തെ അമെന്റ്മെന്റ് എപ്പോഴാണ് വന്നത്? 1978. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞു, തിയറി സബ്ജക്ട് ആയതുകൊണ്ട് പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഒക്കെ പറയുമ്പോൾ കറക്റ്റ് നമ്പറും അതിന്റെ ഇയറും പറയുവാണെങ്കിൽ അതൊക്കെ തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അതിലാണ് ആർട്ടിക്കിൾ 38 സെക്ഷൻ 2 കൂടെ ആഡ് ചെയ്തതാണ്. അതിൽ നമ്മൾ പറയുന്നത് എന്താ? നമുക്ക് ഇവിടെ പറഞ്ഞു അല്ലെ, ദ സ്റ്റേറ്റ് ഇൻ പെർട്ടിക്കുലർ ഷാൾ സ്ട്രൈവ് ടു മിനിമൈസ്. നേരത്തെ പറഞ്ഞ കാര്യം അല്ലെ, നമ്മൾ 38 നമ്മൾ പഠിച്ചു. It also eliminated the right to property from the list of fundamental rights. Okay, നമുക്ക് ഇവിടെ പറഞ്ഞ എന്താ? inequalities in income and eliminate inequalities in status, facilities and opportunities not amongst the individuals but also in the group. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു അതിലൊരു ചെറിയ ചേഞ്ച് വരുത്തിയതാണ്. നമ്മുടെ ഫെസിലിറ്റീസിലും ഓപ്പർച്യൂണിറ്റിയിലും സ്റ്റാറ്റസിലും ഒക്കെ നമ്മൾ ഇനിക്വാളിറ്റി മിനിമൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രമല്ല, ഒരു ഗ്രൂപ്പിൽ ഉള്ള രീതിയിലും നമുക്ക് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും, നമുക്ക് അവിടെ നമ്മുടെ റൈറ്റ് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എലിമിനേറ്റ് ചെയ്തു. അതും ഈ 44th അമെന്റ്മെന്റിലാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്തത്. അടുത്തൊരു അമെന്റ്മെന്റ് ആണ് 86th അമെന്റ്മെന്റ്. 86th അമെന്റ്മെന്റ് ഏതിലാ? 2002 വന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 45 വന്നത്. അതിന്റെ ചേഞ്ച് വന്നത്. ഇറ്റ് മെയ്ഡ് ആൻ എലമെന്ററി എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ് അറ്റ് ദ ആർട്ടിക്കിൾ 21A. ഈ അമെന്റ്മെന്റ് വഴിയാണ് നമ്മുടെ ആർട്ടിക്കിൾ 45 ആ മാറ്റം വന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? എലമെന്ററി എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റി ആർട്ടിക്കിൾ 21A നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്തത്. ഇത്രയും മനസ്സിലായല്ലോ?
നമ്മളിപ്പോ എന്താ പഠിച്ചത്? അമെന്റ്മെന്റ്സ് ഇൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് പഠിച്ചത്. 3 അമെന്റ്മെന്റിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ള. 42nd അമെന്റ്മെന്റ് ഉണ്ട്, അത് 1976-ലാണ്. 44th അമെന്റ്മെന്റ് ഉണ്ട്, അത് 1978-ലാണ്. 86th അമെന്റ്മെന്റ് ഉണ്ട്, അത് 2002-ലാണ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു, നമുക്കുള്ള അവകാശം അല്ലെ. പിന്നെ നമ്മളിപ്പോ പഠിച്ചത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളൊരു ചെറിയ റൂൾസ് ഒക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. നമുക്ക് അവകാശങ്ങൾ മാത്രം പോരല്ലേ, നമുക്ക് കുറച്ച് കർത്തവ്യങ്ങളുണ്ട് നമ്മുടെ സ്റ്റേറ്റിനോട്. നമ്മുടെ രാജ്യത്തോട് നമുക്ക് കുറച്ച് കർത്തവ്യങ്ങളുണ്ട്. അതെന്തൊക്കെയെന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. the original constitution contained only fundamental rights. ഇനിഷ്യലി നമ്മൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു. പക്ഷെ എപ്പോഴാണ് 1976-ല് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കൂടെ ആഡ് ചെയ്യുവാണ് ചെയ്തത്. എപ്പോഴാണ്? 1976-ല് ആഡ് ചെയ്തു. പിന്നെ 2002-ലാണ് വൺ മോർ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഒന്നുകൂടെ നമുക്ക് 1976-ലാണ് നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 2002-ൽ വീണ്ടും ഒരു ചേഞ്ച് വരുത്തി ഒന്നും കൂടെ ആഡ് ചെയ്തു. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USSR-ലാണ് നമ്മൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറയുന്നുണ്ടല്ലേ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നായിരുന്നു? USSR-ന്നാണ്. അതിന് വേണ്ടി സജഷൻ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇതിന് സജസ്റ്റ് ചെയ്തത്. നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ തന്നെ നോക്കി, ഇവിടെ ഫസ്റ്റ് ആഡ് ചെയ്ത് എപ്പോഴായിരുന്നു എന്ന് പറഞ്ഞത്? 1976 അല്ലേ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ് അല്ലെ. അതിലാണ് നമുക്ക് ആദ്യം 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. ക്ലിയർ ആയോ? നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഒറിജിനലി ഉണ്ടായിരുന്നോ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു അല്ലെ. പിന്നെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു 1976-ലാണ്. അപ്പൊ 10 ആഡ് ചെയ്തു. പിന്നെ 2002-ലായപ്പം ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു. അങ്ങനെ മൊത്തം 11 നമ്മൾ എവിടെ നിന്നാണ് ഇത് കടമെടുത്തിരിക്കുന്നത്? USSR-ന്നാണ് കടമെടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ സജസ്റ്റ് ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് എന്താ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അല്ലെ. നമ്മൾ നേരത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു, ഇനി അടുത്ത ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ആർട്ടിക്കിൾ 51A-ലാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത് അല്ലെ. 36 to 51 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നമുക്കറിയാം. ഇത് 51A-ലാണ് നമ്മൾ ആഡ് ചെയ്തത്. എന്തുകൊണ്ടാണ് 51A എന്ന് പറഞ്ഞാൽ? നമ്മുടെ അവിടെ ഒരു അമെന്റ്മെന്റ് നടത്തിയതാണ് അല്ലെ. 1976-ല് അമെന്റ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. ഫസ്റ്റ് വൺ എന്താ? നമ്മളെ രാജ്യത്തോട് നാഷണൽ ഫ്ലാഗും നാഷണൽ ആന്തവും എല്ലാത്തിനോടും നമുക്കൊരു റെസ്പെക്ട് ഉണ്ടായിരിക്കണം അല്ലെ. To abide the constitution and respect its ideals and institution, the national flag and national anthem. ഓക്കെ, അതാണ് ഫസ്റ്റ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അടുത്ത എന്താ? To cherish and follow the noble ideas that inspire the national struggle for freedom. അല്ലെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ. കുറെ ആൾക്കാരുടെ സാക്രിഫൈസും എല്ലാം കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനോടെല്ലാം ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്താ? To uphold and protect the sovereignty, unity and integrity of India. നമ്മൾ എപ്പോഴും ഒരു യൂണിറ്റി, നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ഒരു യൂണിറ്റി ആണ്. നമ്മൾ പറയുന്നത് എന്താ? ഫസ്റ്റ് തന്നെ പറയുന്നത് അല്ലെ, ഇന്ത്യ ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മളൊരു യൂണിറ്റി ആയിട്ടുള്ള അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടി, അതിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് കടമയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള കടമ എല്ലാം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെന്താ? ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, നമുക്ക് എല്ലാവരും ഈക്വലാണ് എന്നുള്ളതൊക്കെ പറയുന്നില്ലേ, അതിനെയാണ് ഇവിടെ പറയുന്നത്. ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് കൺട്രീസ് കോമ്പോസിറ്റ് കൾച്ചർ. നമുക്ക് പല കൾച്ചർ അല്ലെ, നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ പല മതങ്ങളുണ്ട്. പല മതങ്ങൾ മാത്രമല്ല അല്ലെ, കൾച്ചർ പല വ്യത്യാസം ഓരോ സ്ഥലത്തെ. അതിനെ എല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, വാല്യൂ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാഷണൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്ക്, റിവർ ആൻഡ് വൈൽഡ് ലൈഫ്. പിന്നെന്താണ്? ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. ഓക്കെ, പിന്നെ 9ാമത്തെ എന്താ? ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജർ വയലൻസ്. അത് നമ്മളൊക്കെ ഇവിടെ കാണുന്നതാണ് അല്ലെ. എന്തെങ്കിലും സ്ട്രൈക്ക് ഒക്കെ വരുമ്പോ എന്താ, നമ്മുടെ ബസ്സുകൾ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് എതിരാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി so that nation constantly rises to higher level and achievement.
നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾ മൊത്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ രാജ്യം മുകളിലോട്ട് ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് നമ്മുടെ 10th പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, 2002 ഒരു അമെന്റ്മെന്റ് വഴി ഒന്നും കൂടെ ആഡ് ചെയ്തു. എന്താണ്? ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ വാട്ട് 6 to 14 years, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, അത് ആഡ് ചെയ്തതാണ് 86th അമെന്റ്മെന്റ് വഴി, എപ്പോഴും 2002. ക്ലിയർ ആയോ? ഇത്രയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. നമുക്ക് എന്തായിരുന്നു മെയിൻ ആയിട്ടുള്ളത്? നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം 51A ഇത് ആഡ് ചെയ്തത്. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അത് 1976 നമ്മൾ അമെന്റ്മെന്റ് വഴി നമ്മൾ ആഡ് ചെയ്തത്. പിന്നെ 11ാമത്തത് നമ്മുടെ 86th അമെന്റ്മെന്റ് വഴിയാണ് ആഡ് ചെയ്തത്. മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് 11ാമത്തത് 6 to 14 എന്നുള്ള ആ ഏജ് ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഒന്നുകൂടെ ക്ലാസ് കേൾക്കാൻ മനസ്സിലാവാത്തവർ, നമ്മളിവിടെ പഠിച്ചത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം മനസ്സിലാവാത്തവർ ഒന്നുകൂടെ കാണുക. അതുപോലെ തന്നെ പഴയ ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നതും കൂടെ നിങ്ങൾ ഒന്നുകൂടെ വായിക്കുക, അപ്പം കേൾക്കുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.